ടേസ്റ്റ് വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടേസ്റ്റ് ഭയങ്കര നല്ല ടേസ്റ്റ് ആണ്. അതായത് സാധാരണ നമ്മൾ വെക്കുന്ന കറിയെക്കാട്ടും ടേസ്റ്റ് ഡബിൾ ആണ്. സാമ്പാറയില് ഇതിലെല്ലാ ഒഴിച്ചു കറികളും നമുക്ക് വെക്കാം. എന്താ പറയാ, അത് നമ്മൾ വെക്കണ കൈപ്പുണ്യൊന്നും അല്ല. അത് ഞാൻ ആദ്യം വിചാരിച്ചു. ഞാൻ ആദ്യം സാമ്പാർ വെച്ചപ്പോഴേ ഹസ്ബൻഡിനോട് അത് വൈകുന്നേരം ഒരു ടേസ്റ്റ് അല്ലേ സാമ്പാർ. ഇതില് ഈ നമ്മളിപ്പോ ഫുഡൊക്കെ ചെയ്യുമ്പോഴേ ഇത് മറ്റേ ഈ പൊടിയോ അങ്ങനെ എന്തെങ്കിലും വരുമോ? അങ്ങനെ ഇത് കൽച്ചട്ടിയുടെ ജാറുകളാണ്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൈര് ഒഴിക്കാനായിട്ട് നമ്മൾ വെക്കുമ്പോൾ സാധാരണ ഇപ്പോൾ സെറാമിക്കിലോ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ വെക്കുമ്പോൾ ഉറ കൂടും, കുഴപ്പമില്ല. പക്ഷെ ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 4 to 5 hours ആവുമ്പോൾ നമുക്ക് ഉറ കൂടും. ഇതിൽ പുളി ഇല്ലാണ്ട് ഒരു നല്ല തിക്കായിട്ടുള്ള കേട് കിട്ടാനായിട്ടായിരിക്കും. കാരണം അതിലത്തെ വെള്ളം എല്ലാം ഈ സ്റ്റോൺ അബ്സോർബ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു തിയറി ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 4-5 മണിക്കൂർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈര് കിട്ടും. പിന്നെ പുളി കൂടണം എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും. പിന്നെ നമുക്ക് ഇത് ഉപ്പിടാനായിട്ട് ഉപയോഗിക്കാം, പുളി ഇടാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാറാണ് ഇത്. കുറച്ച് 2-3-4 ഷേപ്പിൽ നമുക്ക് അവൈലബിൾ. ഇതാണ് എൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ്. ആദ്യത്തെ ഇത് ക്യാൻഡിയാണ്, എന്നാലും ഡ്രൈ ഫ്രൂട്ട്സ് കാറ്റഗറിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് എൻ്റെ ജീവശ്വാസമാണ്. എന്താണ് അതിനുള്ളിൽ എന്താ പ്രത്യേകത? ഇതിന്റെ ഉള്ളില് മിക്സഡ് ഡ്രൈ ഫ്രൂട്ടുകളാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എസൻസോ കളറുകളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യാതെയാണ് നമ്മളുടെ മക്കൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇതെല്ലാം പപ്പായയാണ്. ഇതെല്ലാം അതിന്റെ നാച്ചുറൽ കളർ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണതാ ഇതെല്ലാം? ഓ, ഞാൻ യൂണിറ്റ് പറഞ്ഞില്ലേ, 2018 തുടങ്ങിയില്ലേ, ആ യൂണിറ്റിൽ നിന്നാണ് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഈ ഷോപ്പിൽ മാത്രമാണോ വെക്കുന്നത്? അത് വേറെ? ഞാന് തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു 4-5 ഡിസ്ട്രിക്റ്റില് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് പേയ്മെന്റ് എല്ലാം സെയിൽ ഇല്ലാണ്ടായില്ല. അപ്പോൾ ഇവർ പറയും സൂപ്പർ മാർക്കറ്റൊന്നും പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയും. അങ്ങനെ എനിക്ക് വലിയൊരു എമൗണ്ട് ലോസായി. വലിയ എമൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം 30 ലക്ഷം രൂപയോളം പോയി. അതൊന്നും ഇതിൽ കാണിക്കുന്നു, അതൊന്നും പറയണ്ട. ഏകദേശം ബാക്കി കണക്ക് ഞാൻ നോക്കിയിട്ടില്ല, അത്രയധികം പോയി. എനിക്ക് നോക്കാനുള്ള മനസ്സ് ശക്തിയില്ല. അപ്പൊ അത് കാരണം നമ്മൾ നോക്കിയില്ല. പിന്നെ നമ്മൾ അതിൽ നിന്നാണ് ഈ